എനിക്കാണെങ്കിൽ എൻ്റെ ബുക്സിൽ എനിക്ക് കുറച്ച് ഓർമ്മകളുള്ള ബുക്സ് ഉണ്ട്. അതിനകത്ത് നിന്ന് ചില ബുക്സ് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയം മുതലേ ഞാൻ ബുക്ക് വായിക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെയല്ല, എനിക്ക് വായിക്കുമ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് അങ്ങ് പോയി ഇമാജിൻ ചെയ്ത് തുടങ്ങും. നമ്മൾ ഓരോ ലൈൻ വായിക്കുമ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും നടന്ന്, ഇങ്ങനെ ആയിരിക്കും നടന്നെന്നുള്ള രീതിയിലൊക്കെ. അങ്ങനെ ഞാൻ ആദ്യം കുഞ്ഞിലെ തൊട്ട് ഞാൻ മറ്റുള്ള ടോം ആൻഡ് ജെറിയുടെ കോമിക് ബുക്സ് ഉണ്ടല്ലോ, അത് പിന്നെ ബാർബിയുടെ ബുക്സൊക്കെ വാങ്ങിച്ചിരുന്നു, അത് വായിക്കുമായിരുന്നു. പിന്നെ വളർന്നതിന് ശേഷം മമ്മിക്ക് പിന്നെ എനിക്ക് ബുക്ക് വായിക്കുന്ന ഇഷ്ടമാണല്ലോ എന്ന് അറിഞ്ഞുകൊണ്ട് മമ്മി ഒരു ദിവസം എൻ്റെ ഇതേപോലെ പാളയം നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ അവിടെ സെക്കൻഡ് ഹാൻഡ് ബുക്കുകളൊക്കെ കൊടുക്കുന്ന അവിടെ ഇഷ്ടംപോലെ നോവൽസ് ഉണ്ട്. അപ്പോൾ മമ്മി ഒരു ദിവസം പറഞ്ഞ് വീട്ടിലിരിക്കുകയല്ലേ, ലീവല്ലേ, ഇങ്ങനെ ഒരു കാര്യം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനും ഇത് ബുക്ക് വാങ്ങിച്ച് തരുമെന്നുള്ള പ്രതീക്ഷയിലല്ല, ഞാൻ വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുമ്പോൾ കൂടെ ഞാനും മമ്മിയും മ്യൂസിയത്തിലൊക്കെ പോകും. ഞങ്ങളുടെ മിക്ക സാറ്റർഡേ സൺഡേ മ്യൂസിയം അല്ലേ അമ്മ, മ്യൂസിയം പിന്നെ അട്ടകുളങ്ങരയിൽ കറങ്ങാൻ പോകും. അതൊക്കെ എൻ്റെ എൻ്റർടൈൻമെൻറ്റ്. അട്ടകുളങ്ങരയിൽ രാമചന്ദ്രയിൽ കാരണം ഞാനും മമ്മിയും മാത്രമല്ലേ ഉള്ളൂ. ബയോളജി ചെന്നൈയിലായിരുന്നു. പപ്പ ആ സമയത്ത് ബാംഗ്ലൂരിലായിരുന്നു. പപ്പ മെഡിക്കൽ ഫീൽഡായിരുന്നു. അപ്പോൾ പപ്പ ബാംഗ്ലൂരിലായിരുന്നു. അങ്ങനെ പോയപ്പോഴത്തേക്ക് എനിക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചൊക്കെ നോവലുണ്ട് ടു ലേറ്റ് എന്നും പറഞ്ഞിട്ട്. പക്ഷെ ഇതിൻ്റെ ഓഥറിൻ്റെ പേര് കൊടുത്തിട്ടില്ല. ബാക്കിയുള്ള ബുക്സിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് ചാപ്റ്റർ 1 ഉണ്ട്, ചാപ്റ്റർ 2, ചാപ്റ്റർ 3. പക്ഷേ ഈ ബുക്ക് എന്ന് വെച്ചാൽ നമ്മളെല്ലാം ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ടാണ് വരുന്നത്. ഇതിനകത്തെല്ലാം ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ രസം. നമ്മൾ സാധാരണ ഒരു നോവൽ വായിക്കുകയാണെങ്കിൽ ആദ്യം ചാപ്റ്റർ 1 കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചാപ്റ്റർ 2 പോകത്തുള്ളൂ. പക്ഷേ ഇതിനകത്ത് അങ്ങനെ, ഇതിനകത്ത് ചാപ്റ്റർ തുടങ്ങാൻ തന്നെ ലാസ്റ്റ് ചാപ്റ്ററിന് 33 എന്നും പറഞ്ഞുകൊണ്ട് 33 മുതൽ ചാപ്റ്റർ 1 പോകുന്നത്. ഇത് വേറൊന്നുമല്ല, ഇതൊരു ലാബറട്ടറി എക്സ്പെരിമെൻറ്റിനെ കുറിച്ചുള്ള ബുക്കാണ്. ആദ്യമായിട്ട് ഞാൻ വായിക്കുന്നത് ഈ ബുക്ക്. പിന്നെ അതുകൊണ്ട് ഈ ബുക്ക് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം അന്ന് മമ്മി എനിക്ക് സർപ്രൈസ് തന്നെ ബുക്കായത്. അന്നും ഇന്നും ഞാൻ പുതിയതുപോലെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മമ്മിയെ വിളിച്ചുകൊണ്ട് പോയി പാളയത്തിന് ബുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ട്. എനിക്ക് ബാർഗെയിൻ നല്ല വൃത്തിയായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ മമ്മിയെ വിളിച്ചുകൊണ്ട് പോയി ബാർഗെയിൻ ചെയ്തു. പോരാഞ്ഞിട്ട് ഞാനൊരു ശിവഭക്തയും കൂടെയാണ്. അപ്പോൾ ഇങ്ങനെ നിന്നപ്പോൾ ഞാൻ പറഞ്ഞ മമ്മയുടെ പോലെ മഹാദേവനെ കുറിച്ചുള്ള ബുക്കുണ്ട്, എനിക്കത് വാങ്ങിച്ചു തരുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു. പിന്നെ വെച്ചാൽ ഇതിനൊക്കെ നല്ല റേറ്റ് ആവുന്ന ബുക്ക്. ഇതിന് മമ്മി എനിക്ക് ബാർഗെയിൻ ചെയ്തിട്ട് എത്ര വരും 3 ബുക്ക് എനിക്ക് വാങ്ങിച്ചു തന്നെ? അന്നത് 3 കൂടെ എനിക്കിപ്പോൾ ഓർമ്മയില്ലടാ, അതൊക്കെ കുറച്ചായില്ലേ മേടിച്ചിട്ട്. അങ്ങനെ ഇതാണ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ്. ഈ ബുക്ക് വായിച്ചുകൊണ്ടിരുന്ന പോയ ദിവസം എനിക്ക് തോന്നുന്നു ഞാനിത് 3 കൂടെ 350 രൂപയ്ക്ക് മേടിച്ചു തന്നെ. അത് 350 രൂപയ്ക്ക് ഈ ഒരു ബുക്കിൽ നമ്മൾ ആമസോണിൽ നോക്കുകയാണെങ്കിൽ ഒരു 200, 250, 295 രൂപ വെച്ച് വരും. ഇത് ഞാൻ ഒന്നിച്ച് 3 കൂടെ എടുത്തിട്ട് 350 രൂപ കൊടുത്ത് 500 രൂപ പറഞ്ഞ ബുക്കാണ്. ഇതിനകത്ത് റേറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ബുക്ക് ഇത് ഇമോർട്ടൽസ് ഓഫ് മെലൂഹയ്ക്ക് ഇതിനകത്ത് 295 രൂപ ബുക്ക്. ഇത് എഴുതിയത് അമീഷ് എന്ന് പറഞ്ഞ റൈറ്റർ എഴുതിയത്. ഫിക്ഷണൽ ആണെങ്കിൽ നല്ല രസമുണ്ട് വായിക്കാൻ. ഈ സെക്കൻഡ് പാർട്ട് ദ സീക്രട്സ് ഓഫ് നാഗ, അതിന് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് 225. അതൊന്നും ഞാൻ കൊടുക്കത്തില്ല, അതിൽ കിടക്കുന്നതൊന്നും ഞാൻ കൊടുക്കത്തില്ല. ഇതൊക്കെ ഞാൻ 3 കൂടെ ഒന്നിച്ചെടുത്തിട്ട് ഞാൻ 350 രൂപ കൊടുത്തു. പിന്നെ ഇത് ലാസ്റ്റ് ബുക്ക് ഓത്ത് ഓഫ് ദ വായുപുത്ര. നോട്ടേതാ? അപ്പോൾ എൻ്റെ ഈ ഫസ്റ്റ് കളക്ഷൻ കഴിഞ്ഞിട്ട് വാങ്ങിച്ചിരുന്ന 3 ബുക്കുകൾ ഇല്ല. ഇപ്പം ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇതേപോലെ ഞാൻ മൺഡേ എനിക്കൊരു പുതിയ നോവൽ വരുന്നുണ്ട്. അതും മഹാദേവനെ കുറിച്ചുള്ള നോവൽ. അത് അതിൻ്റെ പേര് ദക്ഷായണി എന്ന് പറയുന്നത്. അപ്പം സതീദേവി മഹാദേവനെ എങ്ങനെ കണ്ടു, എങ്ങനെ പരിചയപ്പെട്ടു എന്നുള്ളത് പിന്നെ അവരുടെ ലവ് സ്റ്റോറിയാണ്. അതിൻ്റെ വേറെ സെക്കൻഡ് പാർട്ട് വരുന്നത് ദാക്ഷായണി എന്നാണോ ദക്ഷായണി എന്നാണോ? ദക്ഷായണി. ഇത് 3 എണ്ണം. എന്തുവാടാ ബുക്സ് എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് എവിടം വെച്ച് വായിച്ച് തീരുമെന്ന് അറിയേണ്ട. പേജ് മടക്കി വെക്കണം. അപ്പം പേജ് മടക്കി വെക്കുന്ന വൃത്തിയല്ല. പേജ് മടക്കി വെക്കുന്നത് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നത് എവിടെ വരെ വായിക്കാൻ പറ്റും. അതിന് പകരം വായിക്കണം. ഇതാകുമ്പോഴേക്കും നല്ല രസം. എനിക്കിത് എത്ര രൂപ കൊടുത്തു? ഞാൻ 80-85 രൂപയ്ക്ക് എനിക്ക് 30 ഷീറ്റ് കിട്ടി. താഴെ കുറച്ചുണ്ട്. താഴെ ഒരു 4-5 എണ്ണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കിനകത്ത് വെച്ചിട്ടുണ്ട്. താഴെയല്ല, താഴെ. മലയാളം ഇതൊക്കെ മതി. ബാക്കിനകത്ത് വെക്കണം. ഇത് റൂഡി കാണാതെ വെക്കണം. കണ്ടടുത്തോണ്ട് അന്നേരം കടിച്ചു കയറും. അവൻ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു പോകും. ഓ അവൻ്റെ കൂട്ടുകാരൻ വന്നിട്ടില്ല. നോക്കിയമ്മ കൂട്ടുകാരനെ കണ്ടു. റൂഡിയുടെ കൂട്ടുകാരൻ ഡിങ്കൻ. ഡിങ്കം വന്നാ മക്കളെ?
ഓ ഡിങ്കനെ നോക്കുന്നേ. കൂട്ടുകാരൻ വന്നാ. അത് കഴിഞ്ഞിട്ട് മോട്ടോർസ് ഓഫ് മെലൂഹയൊക്കെ കഴിഞ്ഞിട്ട് വാങ്ങിച്ചു ചെയ്ത ഹാപ്പർ ലീഡ് ടു കിൽ എ മോക്കിംഗ് ബേർഡ്. ഇത് ചിലപ്പം ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അവന്റെ ഡിങ്കൻ. കരയുന്നുണ്ട്. കൂട്ടുകാരൻ വന്നാ, ഡിങ്കം വന്നാ. ഇനി നമ്മളെയൊന്നും മൈൻഡ് ചെയ്യത്തില്ല. പറ. ഇത് ഹാപ്പർ ലീഡ് ടു കിൽ എ മോക്കിംഗ് ബേർഡ്. ഇത് സിനിമയാക്കിയിട്ടുള്ളൊരു നോവല്. എനിക്ക് എന്നിട്ട് ഞാനിപ്പോൾ ഒരു നോവൽ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സിനിമ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി സിനിമ ഇറങ്ങാൻ പോകുന്നെങ്കിൽ ഞാൻ സിനിമ കാണാൻ പോകത്തില്ല. കാരണം ഞാൻ ബുക്ക് ഓൾറെഡി വായിച്ചിട്ട് ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങിയായിരുന്നല്ലോ ഇതിന്റെ ഈ ടെൻസ് വിറ്റേഴ്സിന്റെ സിനിമ ഇറങ്ങി. ബുക്കിൽ നിന്നും സിനിമയിൽ നിന്ന് നല്ല വ്യത്യാസം. സിനിമ അത്രയ്ക്ക് കോളേജിൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അബി. അവൻ പോയി കണ്ടിട്ട് പറഞ്ഞ് എടി ബുക്ക് വായിച്ചു നോക്കിയിട്ട് സിനിമ കണ്ടപ്പോഴത്തേക്ക് ഡയറക്ടറിന് അടിക്കാൻ തോന്നിയും. കാരണം ബുക്ക് വേറെ രീതിയിൽ എഴുതി വെച്ചിരിക്കുന്നത്, സിനിമ വേറെ രീതിയിൽ എടുത്തത്. കാരണം പിന്നെ ഞാൻ ആ സിനിമ കാണാൻ പോയില്ല. ഈ സിനിമ ഞാൻ കണ്ടിട്ടില്ല. മൊത്തം വായിച്ചോ? ഇത് ഫുള്ള് വായിച്ചു. അബി ഏതാ കൊണ്ടുപോയത്? അബി കൊണ്ടുപോയത് ഇത്. അവൻ മൊത്തം വായിച്ചോ? ഇത് വേറൊന്നുമല്ല, പണ്ടത്തെ സമയത്ത് ഡിസ്ക്രിമിനേഷൻ ഉണ്ടല്ലോ, ബ്ലാക്ക് പീപ്പിൾസിനെ വൈറ്റ് മാറ്റി നിൽക്കും. അപ്പൊ ഇതേപോലെ ഒരു പെണ്ണ്, നോവലല്ല പക്ഷെ ആ സംഭവം ഇപ്പോഴും നടക്കുന്നുണ്ട്. പെൺപിള്ളേര് ഞാൻ പറയുന്ന ആരൊന്നും വിചാരിക്കുന്നത് മിക്ക പേരും ഇതേപോലെ എന്നെ റേപ്പ് ചെയ്തുള്ള കള്ളക്കഥ പറഞ്ഞുണ്ടാക്കുന്നുണ്ടല്ലോ. അതേപോലത്തെ ഒരു കഥയത്. ഒരു പാവപ്പെട്ട അതിലെ കൂടെ പോയപ്പോൾ ഒരു പെണ്ണിനെ അയാളെ ഇഷ്ടമായിരുന്നു. അപ്പം അവളായിട്ട് അവളെ ഫോഴ്സ് ചെയ്ത് അയാളുടെ ദേഹത്തൊട്ടൊക്കെ ഇട്ടോണ്ട് അയാളൊന്നും തള്ളി കളഞ്ഞിട്ട് അയാൾ തിരിച്ചു പോയി. എന്നിട്ട് പിന്നെ അവളെ ആരോ എന്തെങ്കിലും ചെയ്ത് ഇത് വന്ന് കേസ് കൊടുത്തു വെച്ചാൽ എന്നെ റേപ്പ് ചെയ്യുന്നുള്ള രീതിയിൽ കേസ് കൊടുത്തു. ഇയാൾക്ക് വേണ്ടിയിട്ട് ഒരു വൈറ്റ് അഡ്വക്കേറ്റ് വരുന്നത്. അപ്പം അയാളെയും അയാളുടെ ഫാമിലിയും എല്ലാവരും മാറ്റി നിർത്തുമായിരുന്നു. അങ്ങനെ ഇത് നല്ല കഥയാണ്. എനിക്ക് നോവൽ വായിക്കുന്നതല്ല ഓർമ്മയുണ്ട്, ഇതേപോലെ പഠിക്കുന്ന കാര്യം കൂടെ ഓർമ്മ ഉണ്ടായിരുന്നു. ഇത് സീക്രട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച ബുക്കല്ല. ഇതിനകത്ത് കൂട്ടുകാരൻ പോയോ? ഞാൻ സീക്രട്ട് എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് വേറൊരു ബുക്കായിരുന്നു. പക്ഷേ ഇത് കോട്സ് നല്ലത്. നമുക്കൊരു ലൈഫിലേക്ക് നമുക്കൊരു മോട്ടിവേഷന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള കോട്സ് മാത്രമേ. ഞാൻ വിചാരിച്ചു വേറെ ഏതെങ്കിലും സീക്രട്ട് ആയി ബുക്കായിരിക്കും. പക്ഷെ എന്തായാലും വാങ്ങിച്ചു പോയി. സീക്രട്ട് ഞാനല്ലേ നിന്നോട് പറഞ്ഞത് സീക്രട്ട് എന്ന് പറഞ്ഞൊരു നോവലുണ്ടെന്ന്. ഇത് എഴുതിയത് റോണ്ട ബൈറൻ. നോക്കട്ടെ. ദി സീക്രട്ട്. ഈ നോവല് മമ്മിയാ മോളോട് പറഞ്ഞത് ദി സീക്രട്ട്. നിനക്ക് 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോ? ദി സീക്രട്ട് നല്ല നോവലാ. അത് നോവലാന്ന് പറഞ്ഞാൽ നോവലല്ല അല്ലേ? ഇത് കോട്സാ കൊടുത്തേക്കുന്നത്. നമുക്കൊരു മോട്ടിവേഷന് വേണ്ടിയുള്ള ഇന്ന വർഷത്തിൽ ഇന്ന ആൾക്കാർ എഴുതിയ വലിയ വലിയ ആൾക്കാർ എഴുതിയ കോട്സ് മാത്രം. നോവലല്ലായിരുന്നു. ഞാൻ കൊറിയൻ പഠിക്കാൻ വായിച്ച ബുക്കാണ്. പുതിയത് കണക്കിരിക്കുന്ന കണ്ടില്ല, അതോട് മനസ്സിലായില്ല. ഞാൻ ഇതുവരെ തുറന്നിട്ടില്ല. അത് കൊറിയൻ ബുക്കാണ്. നീ അന്ന് BTSന്റെ ഭയങ്കര അതിപ്പോഴും ഇത് തന്നെയാണല്ലോ, ഇഷ്ടമെന്നാണല്ലോ. തന്നെയല്ല നീ മറ്റേ കൊറിയൻസ് കുറേ ഫിലിമൊക്കെ കാണത്തില്ലായിരുന്നോ? സീരീസ് ഒക്കെ ബുക്ക് വാങ്ങിച്ചത് തന്നെ നല്ലോണം ഒന്ന് സംസാരിക്കണം. അപ്പൊ പിന്നെ ഞാൻ സീരീസും ഡ്രാമാസൊക്കെ കണ്ട് ഏകദേശം കുറച്ചൊക്കെ അറിയാം. അമ്മ എൻ്റെ ഒരു ബുക്ക് മിസ്സിംഗ് അമ്മ. അതവിടെ താഴെ ഉണ്ട്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് മിസ്സിംഗ്. അത് ആർക്കെങ്കിലും കൊടുത്തോ നീ വായിക്കേ? പിന്നെ എങ്ങനെ മിസ്സാവുന്നേ? ബുക്ക് തപ്പിടുന്നായിരുന്നു. ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കുറച്ച് ബുക്സിൻ്റെ കളക്ഷൻസ് കാണിക്കാനുണ്ട്. ഇനി വരെ ഉണ്ട്. ഞാനൊരു നോവൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മൺഡേ വരും. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണിക്കും. ഇതല്ലാതെ ഒരു വീഡിയോ ആയിട്ട് കാണിക്കും. ഒന്ന് ക്ലോസ് ചെയ്തോ. റൂഡി ചേച്ചി എന്തിയേ? ചേച്ചിയെ താഴെ കളഞ്ഞിട്ട് നീ ഇങ്ങി വന്നോ? കിട്ടിയടാ? എവിടെ ഇരുന്ന്? എനിക്കിപ്പോ ചെറിയ തോതിൽ വലിയ അറ്റാക്ക് വന്നു. എവിടെ ഇരുന്ന്? താഴെ വേറെ എൻ്റെ ഡ്രോയിങ് ബുക്സിനോട് വരുന്നു. എൻ്റെ പഠിക്കുന്ന ബുക്ക് കളഞ്ഞ പോലെ ഞാൻ വലിയ അതിന് തപ്പാൻ സ്ഥലമില്ല. ഇത്.  ഇതെവിടെ ഡ്രോയിങ് ബുക്ക് വെച്ചിരുന്നതിനകത്ത്?
ഇതും ഇതും ചെന്നൈയിൽ വെച്ച് വാങ്ങിച്ചത്. കാണട്ടെ ഏതൊക്കെയാ. ഇത് ഇപ്പൊ സിനിമയാക്കിയത്. ഇത് സിനിമയാക്കലേ ഞാൻ പ്രാർത്ഥിക്കുക. ഇത് സിനിമയാക്കി കുളമൊക്കെ അവര് അവസാനം എഴുതിയ ആൾ പോലും വിജയിച്ചാണിക്കല്ല സിനിമ വന്നത്. അത് ഇതിനകത്ത് ഓരോരോ ദിവസം അവർ ഇടുന്ന ഡ്രസ്സിങ്ങിനെ കുറിച്ചുണ്ട്. സിനിമയിൽ അവര് ഒരു ദിവസം തന്നെ ഒരു 7 ഉടുപ്പ് പോയിരുന്നു. ഇപ്പൊ ഇതിട്ട് അതിന്റെ മണ്ട കൂടെ വേറെ, അതിന്റെ മണ്ട കൂടെ വേറെ. ഇത് വായിക്കണം ഞാൻ വായിച്ച് തീർന്നില്ല. ഞാൻ ഇവിടെ എവിടെയോ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അബിക്ക് കൊടുത്തായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. അബി വായിക്കാൻ മേടിച്ചല്ലേ? ഞാൻ വായിച്ച് തീരാറായി. ഇത് വായിച്ച് തീർന്നിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ടാണ് ഇത്രയും തോന്നുന്നത്. ഇനി ചൊവ്വാഴ്ചയല്ലേ ജോലിയുള്ളൂ? ഫ്രീ ആണല്ലോ. ഇന്ന് നാളെ മറ്റന്നാള് വായിക്കാലോ. അതോ റൂഡിനോട് അടിയും കൂടി കിടക്കുവോ? എന്തോ നീ മാർക്ക് ചെയ്ത സ്കെച്ച് വെച്ചിട്ടാണോ? അതുകൊണ്ടാണ് ഈ സാധനം നീ വാങ്ങിയത്. ഇത് ചെന്നൈയിൽ എനിക്കൊരു വട്ടം ബോണസ് കിട്ടിയില്ലേ? ബോണസ് ആണ്. അത് ദിവാലിയുടെ ഗിഫ്റ്റ് ആയിരുന്നു. അപ്പം ആമസോൺ വൗച്ചറുണ്ട്. അതിനകത്ത് ആമസോൺ വൗച്ചർ കിട്ടിയത്. ഇത് ദിവാലി കിട്ടുന്നായിരുന്നു. ഇത് രണ്ടും അതിന് കഴിച്ചു. ഇതെന്തോ കഥ എനിക്ക് അറിയില്ല. ഇതിന്റെ കണ്ടിന്യൂഷന് നമ്മുടെ ബുക്കിന്റെ പേര് നോക്കുമ്പോൾ വിജയ്ക്ക് ആദ്യം ഇത് വായിച്ചിട്ട് വേണം ഇത് വായിക്കും. ഇത് വായിച്ച കൺഫ്യൂഷൻ ആകും. ഇത് വായിച്ചാലേ നിന്നെ കൊടുക്കട്ടാ റൂഡി. റൂഡി ആക്രി വണ്ടി വന്നു, മക്കളെ കൊടുക്കട്ടാ. ഓടിപ്പോയി നോക്ക്. എൻ്റെ ഫ്രണ്ട്സിനും ഞാൻ ബുക്ക് വായിക്കുന്ന അറിയുന്നുണ്ട്. അവരും കൂടെ തരും. ഈ 2 ബുക്ക് ഇത് ചെന്നൈയിൽ വെച്ച് എൻ്റെ കൂടെ വർക്ക് ചെയ്ത പയ്യനുണ്ടല്ലോ, ദിനേഷ്, അവൻ തന്നതാ. ഇതെപ്പം തന്നെന്നറിയാം. അന്ന് ഞാൻ ക്യാബിൽ നിന്ന് വീണ് കാല് മറ്റേ ലിഗമെന്റ് ഒക്കെ പോയി പ്രശ്നമായില്ലേ. അപ്പൊ പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് എനിക്ക് അവിടെ ഹോസ്റ്റലൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പൊ ഞാൻ ഇതേപോലെ അവനെ വിളിച്ചു പറഞ്ഞപ്പോൾ അവൻ ഹോസ്റ്റലിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് ഓണറിന്റെ വൈഫ് കൊണ്ടുവന്നത്. ഇത് സിഡ്നി ഷെൽഡനും ഇത് ഡേവിൻസി കോഡും. ഡേവിൻസി കോഡ് ഞാൻ എവിടെ മര്യാദയ്ക്ക് വായിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ആക്കണം. എല്ലാ ബുക്കും പകുതി മുക്കാലും വായിച്ചു വെച്ചേക്കും. എല്ലാം കംപ്ലീറ്റ് ആക്കണം. അന്ന് ഞാൻ മറ്റേ പെയിൻ കില്ലർ കഴിച്ചിട്ട് പോലും എനിക്ക് ഉറക്കം വരുന്നില്ല. അപ്പം പിന്നെ ബുക്ക് വായിച്ച് വെച്ചിരിക്കുമായിരുന്നു. വായിച്ച് തീർന്നത് ഏതാ ഉള്ള? ഫുള്ള് വായിച്ചത് മഹാദേവന്റെയാ? പിന്നെ വേറെ അത് ഫുള്ള് വായിച്ചു തീരാറെ. ഇന്ന് വരുന്നത് ഇത്ര. ഇത് ഞാൻ ഓഫീസിൽ നിന്ന് ഇവിടെ ഞാൻ ഇവിടെ ടെക്നോ പാർക്കിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ ഇവിടെ അങ്ങനെ എല്ലാ മാസവും 2 വട്ടം ഇപ്പം വരാറില്ല. ഞാൻ ആദ്യം തൊങ്കിയിലായിരുന്നു. അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് മാറി, എംബസി ബിൽഡിങ്ങിലേക്ക് മാറി. അപ്പോൾ പിന്നെ അവിടെ ബുക്ക് കൊണ്ടുവരുന്നു. പുതിയ ബിൽഡിങ്ങിൽ ബുക്ക് കൊണ്ടുവരത്തില്ല. പഴയ ബിൽഡിങ്ങിൽ വെച്ച് വാങ്ങിച്ചത് ഇത്ര 200 രൂപയ്ക്ക് 5 എണ്ണം വയ്ക്കാം. 200 രൂപയ്ക്ക് 5 എണ്ണം വാങ്ങിക്കും. നീ അവിടെ നേരത്തെ ചെല്ലുന്ന ദിവസം ഗംഗയിൽ ഇറങ്ങണം. ഇവിടുന്ന് പോകുമ്പോൾ നിനക്കറിയാലോ നീ എപ്പോഴാ. ഇപ്പം നീ പോകുന്നില്ല. അതല്ല ഇനി നിനക്ക് ഏതെങ്കിലും ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡിന്നർ ഇല്ലായിരുന്നോ? ഇനിയിപ്പോൾ ഓഫീസിൽ ഫ്രണ്ട്സിനെ അടുത്ത് വിളിച്ച് പറയണം അവിടെ ഗംഗയിൽ ആരെങ്കിലും ഇറക്കുമ്പോഴത്തേക്ക് ബുക്ക് ഉണ്ടെങ്കിൽ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലഞ്ചോ ഡിന്നറോ ഒക്കെ വെക്കുമല്ലോ സ്പെഷ്യൽ ഇതൊക്കെ. അപ്പം നേരത്തെ ചെന്നിറങ്ങുമ്പോൾ നിനക്ക് ടൈം ഉണ്ടെങ്കിൽ ഗംഗയിൽ ഇറങ്ങണം. അവിടെ ഇറങ്ങിയിട്ട് മേടിച്ചിട്ട് വരണം. ഇത് എന്തോന്ന് എനിക്ക് കഥ അറിഞ്ഞൂടാ. ഇത് ഫോറവറോ? എനിക്കാണെങ്കിൽ മറ്റേ ഡ്രാക്കുളയുടെ ബുക്ക് വായിക്കുന്നുണ്ട്. ഈ മമ്മി സമ്മതിക്കും. ഞാൻ ഒരു വട്ടം ഡ്രാക്കുള പടം വരച്ച് വെച്ചിട്ട് മാമിന്റെ വീട്ടിൽ പോയി ഇരിക്കുന്ന ആ പേപ്പർ തന്നെ പറഞ്ഞു. ഇതെന്തോടാ? ഇതെന്നെ ലവ് സ്റ്റോറിയാണ്. എന്നിട്ട് ലവ് സ്റ്റോറി വായിച്ചോ നീ? ഇത് റിട്ടേൺ ഓഫ് ദ സ്പോളോ എന്ന് പറഞ്ഞിട്ട് ഇത് ഫൈൻഡിങ് ഫോർ എവർ സർപ്രൈസ് അറ്റ് സൺറൈസ്. ഇത് മാൽക്കം മെക്ഡൊണാൾഡിന്റെ സിൽവർ ഹൈവേ. പിന്നെ കവറൊക്കെ ഇതേപോലെ നിനക്ക് കവർ ഈ ബോക്സ് മാറ്റാറായില്ലേ ഇതുവരെ? മാറ്റണം. ഞാൻ ഇനിയിപ്പം ആമസോണിൽ ഒന്ന് ഓർഡർ ചെയ്യാം. പക്ഷെ
ബുക്ക് ഷെൽഫ് വാങ്ങിച്ച് എൻ്റെ ബുക്കിൽ അടുക്കി വറക്കി വെച്ച് പുതിയ ബുക്ക് ഓർഡർ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഞാൻ അതെല്ലാം കൂടെ അടുക്കി വെച്ചേക്കുന്ന ഒരു ബ്ലോഗ് വെക്കായിരുന്നു. ബ്ലോഗ് ഇടും. പുതിയത് ഇത് ജൂൺ ഫ്രാൻസിസ് മെനി ടിയേഴ്സ് ഹാസ് ടു ഫോൾ. ഞാൻ ഇവിടെ ആറ്റുകാൽ അമ്പലത്തിലെ ഉത്സവ സമയത്ത് വന്ന ഇപ്പം നോവലൊക്കെ ഉള്ള സ്റ്റോറിൽ ഞാൻ കൊണ്ടുപോയില്ലേ, അന്ന് ഏതാ വാങ്ങിച്ചേ? മേടിച്ചില്ലേ നീ? കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ബാഗ് എടുത്തില്ല. ആ അതവിടെ ഇരിപ്പുണ്ടായിരുന്നു. മറ്റേ അബിക്ക് നീ കൊടുത്ത ബുക്കൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവിടെ വേറെ കഴിക്കുന്ന സെയിം ഓഥറിന്റെ തന്നെ വേറെ കുറെ ബുക്ക് കഴിക്കുന്നത്, അതൊക്കെ വാങ്ങിക്കണം. ഇത് ഒരു കാര്യം ചെയ്യ്, ഒരു ദിവസം അവിടെ ആരുടെങ്കിലും വിളിച്ച് ചോദിച്ചിട്ട് ബുക്സ് ഉണ്ടെന്ന് അറിയുകയാണെങ്കിൽ നീ നെക്സ്റ്റ് ഡേയിൽ നിനക്ക് ഫസ്റ്റ് ഷിഫ്റ്റ് ഏതെങ്കിലും ആണെങ്കിൽ നീ പോവാൻ നോക്ക്, പോയി മേടിച്ചിട്ട് പോ. ഫസ്റ്റോ സെക്കൻഡ് ഷിഫ്റ്റിന് പോകണ്ട, അത് രാത്രി 12:30 കഴിയും. ഇപ്പം തന്നെ ഓഫീസിൽ മറ്റേ ഇത് നോക്കാം, ഞങ്ങൾ ഒരു ചാറ്റ് എത്ര ടൈം എടുക്കുന്നു നോക്കാം. ഇനി നിനക്ക് ഇമെയിലിൻ്റെ തന്നെ ഉണ്ടല്ലേ, അപ്പോഴന്ന് നോക്ക്. അടുത്ത ആഴ്ച ലാസ്റ്റ് ഷിഫ്റ്റ് അതിന് വിളിക്കാതിരുന്ന ഫസ്റ്റ് ഷിഫ്റ്റിന് അവനോട് പറഞ്ഞു നോക്കി. മൈക്കിൻ്റെ അടുത്ത് പറഞ്ഞു, മൈക്കല്ല അവിടെ നിന്ന് അവർ പറയുന്ന അയാൾക്കുള്ള അവൈലബിലിറ്റി കണക്കെ നോക്കാം. എനിക്ക് ഭയങ്കര ലാസ്റ്റ് ഇനിയുണ്ടോ? ഇത് പണ്ടത്തെ യുദ്ധത്തിനെ കുറിച്ചുള്ള ബുക്കാണ് തോന്നുന്നു. പിന്നെ ഇതിപ്പോൾ 2 വന്നു. ഇതെൻ്റെ ഇവിടുത്തെ കോളേജിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അവന്മാർ എനിക്ക് ബർത്ത്ഡേക്ക് വാങ്ങിച്ചിരുന്നത്. ജസ്റ്റ് ഒന്ന് രാത്രി ചോദിച്ചു എൻ്റെ ഗിഫ്റ്റ് അവിടെ ഇടാമെന്ന് അമ്മ ഇത് ഓർഡർ ചെയ്തിരുന്നു. ഇതിനകത്തുനിന്ന് ഇതെനിക്ക് ആദ്യം വന്നത് അതായിരുന്നു. അതുണ്ടായിരുന്നു. തുറന്നേ, നല്ല രസമുണ്ടല്ലോ എൻ്റെ കവർ നോക്കാം. പിങ്ക് നല്ല. ഓ നല്ല ഭംഗി. ഇനി ഇനി ആരാ തന്നേ? ഇതൊരു കൊറിയൻ റൈറ്റർ എഴുതിയ ബുക്കാണ്. ഞാൻ വായിച്ചിട്ടില്ല, പക്ഷെ ഇത് കൊറിയൻ റൈറ്റർ എഴുതിയ ബുക്ക്. അവരുടെ പേര് ഇവിടെ ഉണ്ട്, യുക്കമേനോ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ നല്ല രസമുണ്ട് അവിടുത്തെ ബുക്ക് സ്റ്റോറും അവിടുത്തെ സീസൺ ബുക്ക്. ഇതെനിക്ക് അന്വേഷിച്ചു. എന്തുവാ? ഇതും സെയിം ബുക്ക് ഷോപ്പിനെ കുറിച്ചുള്ളത് തന്നെ. വെൽക്കം ടു ദ ഹുനാംഡോങ് ബുക്ക് ഷോപ്പ്. എനിക്ക് തോന്നി ഇത് കൊറിയൻ ആർട്ടിസ്റ്റ് എഴുതിയത്, ഇത് ജാപ്പനീസ് ആയിട്ട് എഴുതിയത്. ഇത് ജാപ്പനീസ് ഉണ്ടല്ലോ, തക്കുയ അസക്കുറ എഴുതിയത്. ഇത് ഹോംബോറും ഇതൊക്കെ അതിന് കൊള്ളാൻ എഴുതി കൂടി. ഇനി വേണം ആ ഫോണെന്ന് പറ്റും. ഇതൊക്കെ അതൊക്കെ എടുത്തില്ല. ഇതെങ്കിൽ ഇവനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ അതൊക്കെ നോക്കുമ്പോൾ എല്ലാം 8 പീസാക്കി. റൂഡിയാ അവൻ്റെ കൈ കിട്ടി അന്നേരം തൊലയ്ക്കു പോയി. ആ കവറെടുത്ത് മാറ്റ്, തിരിച്ചു വെക്കാനുണ്ടോ? ഹലോ, ഭയങ്കര ചൂടല്ലേ? എല്ലാവരും ഈ ചൂടത്ത് ഡീഹൈഡ്രേറ്റ് ആവാൻ നോക്കിക്കോളണേ. നല്ല ചൂട് തന്നെ കാരണം ഇപ്പം ചൂട്, വൈദ്യുതി മഴ, ഇതും ചൂട്. പനി പിടിക്കാനൊന്നും വേറെ ഒന്നും പോകണ്ട. പിന്നെ ഇന്നലെ ന്യൂസിലും കണ്ട് എബോള വൈറസ് ഒക്കെ സ്പ്രെഡ് ആവുന്നതൊക്കെ. എല്ലാവരും ഹെൽത്ത് പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുക. എല്ലാവരും ഹെൽത്ത് പ്രിക്കോഷൻസ് എടുക്കുക. കൈയൊക്കെ എപ്പോഴും വാഷ് ചെയ്ത് സാനിറ്റൈസ് ചെയ്ത് വെക്കാൻ നോക്കുക. സാനിറ്റൈസേഴ്സ് ഇല്ലെങ്കിൽ അതും വാങ്ങിച്ച് വെക്കാം. എൻ്റെ വീട്ടിൽ വാങ്ങിച്ച് വെക്കണം. പുറത്ത് പോകുമ്പോൾ മാസ്ക് ധരിക്കുക. മാസ്ക് എല്ലാം വെക്കുക. വെറുതെ കോവിഡ് സമയം പോലെ ഒന്നും ആവാതിരുന്നാൽ മതിയായിരുന്നു അല്ലേ? കുറേ അനുഭവിച്ച ആളുകൾ. ഇനിയെങ്കിലും നമ്മളൊക്കെ ഒന്ന് സമാധാനപ്പെട്ടപ്പോഴത്തേക്ക് അടുത്തത് വൈറസ് എന്ന് കേൾക്കുമ്പോൾ പേടിയാവും. ഹെൽത്തൊക്കെ നോക്കുക. എപ്പോഴും വെള്ളം കുടിക്കുക. ഒന്നാമത് ചൂടും എപ്പോഴും മുഖമൊക്കെ കഴുകാൻ നോക്കുക. എപ്പോഴും മുഖം കഴുകേണ്ട ആവശ്യമില്ലെങ്കിലും വല്ലപ്പോഴൊക്കെ മുഖമൊക്കെ കഴുകാതെ കൂടെ അല്ലെങ്കിൽ സ്കിന്ന് ഒരുപാട് ഡ്രൈ ആവും. മോയ്സ്ചറൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുക. കാരണം ഡ്രൈയും വെറ്റുമായിട്ടുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് സ്കിന്നൊക്കെ ഡാമേജ് ആവും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതാണ് സംഗീതം. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് സമ്മർ വെക്കേഷൻസ് ആണെങ്കിൽ സമ്മർ വെക്കേഷൻ.